തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിലാണ് ഊരകം എന്ന ചെറുഗ്രാമം. പണ്ട് ഗ്രാമത്തിനും നഗരത്തിനും ഒരേ സമയം ഊരെന്ന് വിളിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ പ്രധാന ഊരായ തൃശൂരിന്റെ നഗരാഭിവൃദ്ധിയുടെ കേന്ദ്രം ഇവിടെ നിന്നാവണം. ഊരിന്റെ അകം അഥവാ ഉൾഭാഗമായതിനാൽ പ്രാധാന്യം കൂടുതലായി. ഉയർന്ന ഊരെന്ന അർത്ഥം കൊണ്ട് ഊരകം എന്ന സ്ഥലനാമം ഉണ്ടായി. പണ്ട് സമ്പൽ സമൃദ്ധിയുള്ള ദേശങ്ങളിൽ തന്നെ ഭരണകേന്ദ്രങ്ങളും അവയെ ചുറ്റിപ്പറ്റി ക്ഷേത്രങ്ങളും നിലനിന്നു പോന്നിരുന്നു. വയലേലകളും നാട്ടുവിളകളും വിളയുന്ന ഗ്രാമത്തിനു കുറുകെ സാംസ്കാരിക നഗരിയിലേക്കുള്ള നെടുനീളൻ പാത ഊരകത്തെ തിരക്കുള്ള ഒരു ദേശമാക്കി പരിപോഷിപ്പിക്കുന്നു. വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് സമ്പന്നമാക്കിയ ഒരു കൂട്ടം ക്ഷേത്രങ്ങൾ ഊരകത്തുണ്ട്. അതിൽ ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം പ്രശസ്തമാണ്. പാരമ്പര്യത്തിന്റെ മറ്റൊരു മകുടോദാഹരണമായി പെരുവനം ക്ഷേത്രം തല ഉയർത്തി നിൽക്കുന്നു. നഗരത്തിന്റെ തിക്കിലും തിരക്കിലും നിന്ന് ഒരൽപ്പം മാറി ഗ്രാമത്തിന്റെ പച്ചപ്പിലേക്ക് ഭാഗ്യം ചെയ്തവരെ കണ്ടെത്താൻ സീ കേരളം സൂപ്പർ ബമ്പറുമായി ഊരകത്തെത്തുകയാണ് ഞങ്ങൾ. സീ കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കരിവന്നൂർ പനങ്കുളത്താണുള്ളത്. ഒരുപാട് ആളുകൾ ഇവിടെ കൂടി നിൽപ്പുണ്ട്. കരിവന്നൂരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പ്രളയബാധിത പ്രദേശമായിരുന്നു. അതിൽ നിന്നൊക്കെ അതിജീവിച്ച് പോസിറ്റീവ് എനർജിയോടുകൂടി എന്തിനേയും നേരിടാനുള്ള ധൈര്യത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അത്രയും പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് നമ്മുടെ ഈ കരിവന്നൂർ പനങ്കുളം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ സീ കേരളം സൂപ്പർ ബമ്പറിൻ്റെ ചിത്രീകരണം നടക്കുന്നത് ഇന്ന് ഇവിടെയാണ്. ഒരുപാട് കഴിവുള്ള കലാകാരന്മാരും കലാകാരികളും എഴുത്തുകാരും ഒക്കെയുള്ള ഒരു നാട് തന്നെയാണ്. അത്രയും പോസിറ്റീവ് എനർജിയാണ് ഈ നാടിനുള്ളത്. ഈ നാടിൽ വന്നാൽ മാത്രമേ അതിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ കൂടി നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. എന്താ പേര്? ആർദ്ര. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +1. പാട്ട് പാടുവോ? നമുക്ക് രണ്ടുപേരും പാടിയാലോ? മഴനീർ തുള്ളികൾ നിൻ തണുനീർ മുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർ തുള്ളികൾ നിൻ തണുനീർ മുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് ഷീല ഭരതൻ. ഇങ്ങനെയാണ് നമ്മുടെ നാട്. നല്ല പ്രകൃതി സുന്ദരമായ ഒരു നാട് തന്നെയാണ് പനങ്കുളം, അല്ലേ? തീർച്ചയായും. എന്ത് പറയും? എന്താണ് ചേച്ചിക്ക് നമ്മുടെ നാടിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ നാട്ടിൽ വലിയ ബഹളങ്ങളൊന്നുമില്ല. എല്ലാ മതസ്ഥരും ഒരുമിച്ച് വാഴുന്നൊരു പ്രദേശമാണ്. നിറച്ച അമ്പലങ്ങളും അതിന്റെ ഉത്സവങ്ങളും ഒക്കെ ആഘോഷിക്കുന്ന ആസ്വദിക്കുന്ന ഒരു പറ്റം ജനക്കൂട്ടമാണ് അല്ലെങ്കിൽ സമൂഹമാണ് ഇവിടെ എന്നുള്ളത് തന്നെയാണ് നാടിന്റെ പ്രത്യേകത. നമ്മുടെ ആറാട്ടുപുഴ പൂരം പ്രസിദ്ധമാണെന്ന്. അതെ അതെ. ആറാട്ടുപുഴ പൂരം എന്നൊക്കെ പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആനകളെ അണിനിരത്തുന്ന പൂരമാണ്. ഞങ്ങൾക്കൊക്കെ ആഘോഷത്തിന്റെ പൂരമാണ്, ഉത്സവത്തിന്റെ പൂരമാണ്. നമുക്കിനി എന്തായാലും സൂപ്പർ ബമ്പർ കളിക്കാൻ വേണ്ടി പോകണം. 5 പേരുടെ പേരാണ് നമ്മൾ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് ഇതിലിട്ടിട്ടുള്ളത്. അതിലൊരാളെയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ആരാണ് ആദ്യമായി സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 5 പേരിൽ ആരാണ് അഭാഗ്യവാൻ ഇല്ലെങ്കിൽ അഭാഗ്യവതി? മോളെ വന്നോളൂ. താങ്ക് യു. സീ കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യമായി കളിക്കാനെത്തുന്നു ഇന്ദിര.
അപ്പോ ഇതാണ് ഇന്ദിര ചേച്ചി. ഇന്ദിര ചേച്ചി, എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമാണല്ലേ? സുഖാണ്. അടുത്താണോ വീട്? അടുത്താണ്. അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടില് ഭർത്താവ്, രണ്ടാൺമക്കള്, മരുമകള്, കുഞ്ഞ്, എല്ലാവരും ഉണ്ട്. ചേച്ചിയാണ് ആദ്യമായിട്ട് സൂപ്പർ ബമ്പർ കളിക്കാൻ പോകുന്നത്. ചേച്ചിയെ കാത്ത് ഏത് ഗെയിമാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് അറിയില്ല. പേടിയുണ്ടോ? എന്തു പറ്റി? എന്തിനു കരയുന്നേ? കരഞ്ഞതാണോ ചിരിച്ച? ആനന്ദാശ്രുവാണോ? ആനന്ദാശ്രുവ. എന്ത് പറ്റി? എന്ത് വിഷയം? എന്താ പറ, എന്നോട് പറ. വിഷയമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവളെന്നെ വിളിച്ച് കുഴിയിൽ ചാടിച്ചു. ആരാണ് കുഴിയിൽ ചാടിച്ചത്? നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പേരെന്താ? ഷീലാഭരതൻ. ഷീലാഭരൻ. നമ്മൾ സംസാരിച്ച ആളല്ലേ? മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ? അതെ. ആഹാ. ഒരു പണി നമുക്ക് തിരിച്ചു കൊടുക്കണം. നമുക്ക് കൊടുക്കണം. ചേച്ചി, അപ്പോഴേ ചേച്ചിയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ജയിച്ചാൽ 1000 രൂപയാണ് ചേച്ചിക്ക് കിട്ടുന്നത്. തോറ്റാൽ ഒന്നും കിട്ടൂല. 1000 രൂപ കിട്ടും. 2000 രൂപയുടെ അടുത്ത ഗെയിമിലേക്ക് പോകും. അപ്പോൾ ഏതായാലും ചേച്ചിയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നോക്കാം. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം, കയ്യടികൾ ഉണ്ടാവണം. അപ്പോൾ അതിന് മുന്നേ പ്രേക്ഷകർക്കായിട്ട് സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ. ചേച്ചി എടുത്തോളൂ. ചേച്ചിയെ കാത്തിരിക്കുന്ന ആ പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്ദിര ചേച്ചിയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് ഒറ്റത്തൂൺ കോട്ട. അപ്പോ ഇന്ദിര ചേച്ചി, ഒറ്റത്തൂൺ കോട്ട. ശരി, തുടങ്ങാം. അപ്പോ 1000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. പണി തന്ന ആളുടെ പേരൊന്നുകൂടെ പറഞ്ഞേ. ഷീലാഭരതൻ. ഷീലാഭരതൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഒന്ന് വിളിച്ചാലോ? എന്നാ വിളിക്കാം. ഷീലാഭരതൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരേണ്ടതാണ്. അപ്പം ഞങ്ങൾ കുറേ നേരമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ പണി തരണമെന്ന്. ഷീല ചേച്ചി, എന്തുണ്ട്? സുഖം. അപ്പൊ ഇന്ദിര ചേച്ചിയെ ഈ ഗെയിമിലൊന്ന് ഹെൽപ്പ് ചെയ്യണം. കുഴപ്പമുണ്ടോ? ഇല്ല. ഒരാളെയും കൂടെ നമുക്കൊന്ന് വിളിച്ചാലോ? ലക്ഷ്മി എന്തിയെ? അപ്പോ ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ചേച്ചി ഒരു പെണ്ണെടുത്ത് ഇന്ദിര ചേച്ചിയുടെ കൈ കൊടുക്കുക. പെൻ നേരെ സ്റ്റഡിയായിട്ട് വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു ബൗൾ ഉണ്ട്, അത് വെക്കുക. അപ്പോൾ ചേച്ചി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ബോൾ എടുത്ത് കൊടുക്കുക. ബോൾ എവിടെയാണ് വെക്കേണ്ടത്? ആ ബൗളിന് മുകളിൽ ബോൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 5 എണ്ണമാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? ആദ്യം ഒരു പെൻ വെക്കുക, അതിൻ്റെ മുകളിൽ ഒരു ബൗൾ വെക്കുക, ബൗളിനുള്ളിൽ ഒരു ബോൾ വെക്കുക. അങ്ങനെ 5 എണ്ണമാണ് 120 സെക്കൻഡിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടത്. അതായത് 1000 രൂപയുടെ സമ്മാനമാണ്. ഇതിലും പണി തരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരെണ്ണം തന്നു അല്ലേ? എന്നാ പറയാനുള്ളത്? സങ്കടമാണല്ലോ. സങ്കടമൊന്നുമില്ല, ചെയ്യും. അപ്പൊ നമുക്ക് തുടങ്ങാം. ശ്രമിച്ചു നോക്കാം. ഉറപ്പായിട്ട് ശ്രമം മാത്രമല്ല, ഈ ശ്രമത്തിൽ ജയിക്കുക തന്നെ ചെയ്യും. ആദ്യത്തെ 1000 രൂപ ഉറപ്പായിട്ടും ചേച്ചിക്ക് കിട്ടണം എന്നാണ് പ്രതീക്ഷ. നമുക്ക് തുടങ്ങാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ശ്രദ്ധിച്ച് വളരെ സാവധാനമാണ് ചെയ്യേണ്ടത്. ഇത് വെച്ച് ഫിക്സ് ചെയ്തു. 120 സെക്കൻഡിനുള്ളിൽ 5 എണ്ണമാണ് വെക്കേണ്ടത്. വെരി ഗുഡ്. 5 കോട്ടകളാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഒന്നൊക്കെ നല്ല കയ്യടി. 20 സെക്കൻഡിനുള്ളിൽ ഒരു കോട്ട തീർക്കുകയാണ്. ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ടാണ് ശ്രദ്ധിച്ചാണ് ചേച്ചി. ഒരെണ്ണം ഓക്കെയാണ്. ഫിക്സായി. കുഴപ്പമില്ല. രണ്ടാമത്തെ
യെസ് 2. ഓക്കെ, അത് കൂട്ടി. രണ്ടാമത്തെയും ഓക്കെയാണ്. 3. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് 30 സെക്കൻഡ് ബാക്കി. കൈ വിറയ്ക്കുന്നു, പക്ഷേ ഇല്ല. എടുത്തു കൊടുത്തു. 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. 2 വെച്ചാൽ മതി. യെസ്, ഒന്നുകൂടെ, ഒറ്റ എണ്ണോടെ. അപ്പോൾ 1000 രൂപ ആദ്യത്തെ ഗെയിമിൽ സമ്മാനം കിട്ടിയിരിക്കുകയാണ്. ചേച്ചി ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഞങ്ങൾ ഇനി അടുത്ത കളിയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ 1000 രൂപ ഉറപ്പുള്ള സമ്മാനമാണ്. ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകണം. 2000 രൂപയുടെ ഗെയിമാണ് ചേച്ചിയെ കാത്തിരിക്കുന്നത്. 2000 രൂപയുടെ ഗെയിമിൽ പൈസ കിട്ടത്തില്ല. പിന്നെ എന്താണ്? അടുത്ത ഗെയിമിലേക്കുള്ള എൻട്രി കിട്ടും. അടുത്ത ഗെയിമിലേക്കുള്ള എൻട്രി കിട്ടും. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ്, മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം. അതെ, ഇന്ദ്ര ചേച്ചി 2000 രൂപയുടെ ഗെയിമിലേക്ക് പോവുകയാണ്. ഏത് ഗെയിമാണ് ചേച്ചിയെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോ 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ ഉറപ്പിച്ചു അല്ലേ? അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കടമുണ്ട്. എത്രയാണ്? 1000 രൂപ തരണം. അത് കിട്ടിയാലേ പോവുള്ളൂ അല്ലേ? അതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചേച്ചിക്ക് ആദ്യത്തെ ഗെയിമിലെ ആദ്യ സമ്മാനം നിങ്ങളുടെ എല്ലാം മേടിക്കാൻ ധൃതിയായിട്ടൊന്ന് നിൽക്കുക. നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തോടു കൂടി നല്ലൊരു കയ്യടിയോടുകൂടി കൊടുക്കാം. നല്ലൊരു കയ്യടി. നമുക്ക് 2000 രൂപയുടെ ഗെയിം ഏതാണെന്ന് നോക്കാം. നോക്കിയോളൂ ചേച്ചി. ചേച്ചി കാത്തിരിക്കുന്ന 2000 രൂപയുടെ അടുത്ത ഗെയിമിന്റെ പേരാണ് വെണ്ണത്തൊട്ടിൽ. അപ്പോ വെണ്ണത്തൊട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ദ്ര ചേച്ചി ചെയ്യേണ്ടത്, ഞാൻ അലാറം തരുമ്പോൾ ചേച്ചി ഇവിടെ കയറി നിൽക്കുക. ഇവിടെ നിന്ന് ബോൾ എടുക്കുക. ഇവിടെ പിച്ച് ചെയ്തിട്ട് ചേച്ചി കണ്ടോ, ആ തൊട്ടിൽ കണ്ടോ, അവിടെ ഒരു വെണ്ണ കുടമുണ്ട്. ആ കുടത്തിലേക്ക് ബോൾ ഇടുക. ഇവിടെ പിച്ച് ചെയ്ത് വേണം ഇടാനായിട്ട്. അങ്ങനെ 3 ബോളുകളാണ് ചേച്ചി ഇടേണ്ടത്. 100 സെക്കൻഡാണ്. 3 ബോളുകൾ ഇടണം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനത് ആട്ടി വിടും. അപ്പോൾ ഗെയിമിൻ്റെ പേരാണ് വെണ്ണത്തൊട്ടിൽ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. കേറിക്കോളൂ. ചേച്ചി പുറത്ത് പോകേണ്ടി വന്നിരിക്കുകയാണ്. സാരില്ല. എന്നാലും 1000 രൂപ കിട്ടിയില്ല അല്ലേ? അടുത്ത ആൾക്കാർക്ക് അവസരം. അതാണ് വലിയൊരു മനസ്സാണ് അല്ലേ? നമുക്കൊന്ന് പോയാലും നമുക്ക് അടുത്ത ഒരാൾക്ക് അവസരം കിട്ടുന്നല്ലോ. അത് വലിയൊരു ചിന്താഗതി തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം, നന്മകൾ നേരുകയാണ്. നന്ദി. അപ്പോൾ ഇന്ദ്ര ചേച്ചി പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിം വീണ്ടും കളിച്ച് ജയിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം. സമ്മാനമാണ്. കണ്ടസ്റ്റന്റ് മാത്രമേ തുടർന്ന് കളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് കളിച്ച് ജയിച്ചാൽ സൂപ്പർ ബമ്പറിന്റെ ഒരു സമ്മാനമുണ്ട്. ആരാണുള്ളത്?
എന്താ പേര്? ഷമീർ. ഷമീർക്കയാണല്ലേ? Yes. സുഖമാണോ? സുഖമായിരിക്കണം. നല്ല പ്ലസന്റ് ആണല്ലോ. പിന്നല്ലാണ്ട് എപ്പോഴും ഹാപ്പി. ആ എന്താ ജോലി? എന്താ? ഞാൻ ബിസിനസ്സാണ്. ബിസിനസ് ആണല്ലേ? അപ്പൊ എന്തായാലും ഇന്ദ്ര ചേച്ചി കളിച്ചു, അൺഫോർച്ചുനേറ്റ്ലി തോറ്റുപോയി. നമുക്ക് ഈ കളി ഒന്ന് ജയിപ്പിച്ച് നമുക്ക് എല്ലാവരുടെയും മാനം ഒന്ന് രക്ഷിക്കണം. അപ്പൊ തുടങ്ങാം. റെഡിയല്ലേ? അപ്പൊ ഇന്ദ്ര ചേച്ചി കളിച്ച് തോറ്റ കളിയാണ് ഷമീർക്ക് കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. 3 ബോളുകളാണ് ഉള്ളത്. നമുക്ക് സമയം എന്ന് പറയുന്നത് 100 സെക്കൻഡ്സ് ആണുള്ളത്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. റെഡി? യെസ്, വെരി ഗുഡ്. നല്ല ബുദ്ധിപരമായിട്ട് തന്നെയാണ് കളി നടക്കുന്നത്. 20 സെക്കൻഡ് കഴിഞ്ഞു. എല്ലാം അടുത്ത് വന്ന് ആളിപ്പോവുകയാണ്. 1. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ബോൾ ഇട്ടിരിക്കുകയാണ്. ആട്ടം കുറഞ്ഞു. ഉറപ്പായും പറ്റും. 30 സെക്കൻഡാണ് ബാക്കി നിൽക്കുന്നത്. സുഖമായിട്ട് എളുപ്പം ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയാണിത്. വൗ, ഭാഗ്യം തുണച്ചില്ല. അതിലിറങ്ങിയിട്ട് ബോൾ തിരിച്ചു കയറി വന്നിരിക്കുക. 20 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. 2 എണ്ണം. നാടിന്റെ മാനം കാത്ത് അതൊരു വലിയ കാര്യമാണ്. കാരണം ഇത് ജയിക്കുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? നല്ല പ്രതീക്ഷ തന്നെയാണ് വന്നത്. അതാണ് ചിലര് പറയും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. മച്ചാൻ ഫുൾ പോസിറ്റീവ് ആണ്. അതാണ് നല്ലൊരു കയ്യടി. അപ്പോ ഷമീർക്കയാണ് മത്സരിച്ചത്. നന്നായിട്ട് കളിച്ചു, നാടിന്റെ മാനം രക്ഷിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഒരു ബോൾ പുറത്തായി. എന്തായാലും നമുക്ക് സൂപ്പർ ബമ്പർ തുടരേണ്ടതുണ്ട്. അടുത്ത ആളെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. 5 പേരിൽ 4 പേരോടെ ബാക്കിയുണ്ട്. 4 പേരിൽ ആരാണ് ഇനി അടുത്തതായി സൂപ്പർ ബമ്പർ കളിക്കാനായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കണം. ഒരാളെ എടുക്കും. ഓടിവാ. എന്താ പേര്? അമൽ ഇർഫാൻ. അമൽ ഇർഫാൻ. എങ്ങനെയുണ്ട് കളികളൊക്കെ കണ്ടിട്ട്? എങ്ങനെ തോന്നുന്നു? നല്ല പ്രോഗ്രാമാണ്. നല്ല പ്രോഗ്രാം. നമ്മുടെ ഇന്ദ്ര ചേച്ചിയുടെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അതാണ് ഇഷ്ടമായത്. ഓക്കെ, മോന്റെ പേരെന്താ? അമൽ ഇർഫാൻ. അമൽ ഇർഫാൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7th. ഡാൻസ്, പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് പാടും. ഒരു പാട്ട് പാടോ? ഞാനൊരു കവിത എഴുതിയുണ്ട്, അമ്മ, അത് പാടാം. അപ്പോ അമൽ ഇർഫാന്റെ സ്വന്തമായി എഴുതിയ കവിതയുടെ പേരെന്താണ്? അമ്മ. അമ്മ എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ ചൊല്ലാൻ പോകുന്നത്. നിങ്ങളെല്ലാം ഒന്ന് കേൾക്കണം, എന്നിട്ട് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. പാടിക്കോളൂ, ചൊല്ലിക്കോളൂ മോനെ. 10 മാസം സ്വർഗത്തിൽ കിടന്നു, 10 മാറ്റം സ്നേഹം തന്നു. നാം കരയുന്ന നേരത്ത് കരയാതെ കരയുന്ന കുളിരൊന്നു കയറുന്നൊരമ്മ. സ്നേഹം തന്നമ്മ, ഉമ്മ തന്നമ്മ, നിലാവിൻ്റെ കൊമ്പിലായി എന്നെയുരുത്തി മാമൂട്ടിയാട്ടിയോരമ്മ. നിലാവിൻ്റെ കൊമ്പിലായി എന്നെയുരുത്തി മാമൂട്ടിയാട്ടിയോരമ്മ. ഊനാലിലായി കിടത്തി എന്നെയുറക്കി കഥകൾ പറഞ്ഞു തന്നമ്മ. താങ്ക് യു. ഗംഭീരം. തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനിക്കാം ഇവനെ ഓർത്ത്. ഈ നാടിന്, ഇവൻ്റെ വാപ്പച്ചയ്ക്ക്, ഇവൻ്റെ ഉമ്മച്ചയ്ക്ക്, ഈ നാട്ടുകാർക്കെല്ലാം ഒരുപാട് അഭിമാനിക്കത്ത വിധത്തിലുള്ള ഒരു മുകളിലേക്കുള്ള ഒരു ഗംഭീരമായിട്ടുള്ള തുടക്കമാവട്ടെ ഇത് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇനി സൂപ്പർ ബമ്പർ കളിക്കാൻ നമുക്ക് ആരാണെന്ന് നോക്കാം അല്ലേ?
അപ്പോൾ മോനാണ് തിരഞ്ഞെടുക്കേണ്ടത് അടുത്ത കളിക്കാൻ പോണ ആളെ കേട്ടോ. അപ്പോൾ എടുത്തോളൂ. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ അടുത്തതായി കളിക്കാനെത്തുന്നു ശ്രേയ എം. സൂപ്പർ ബമ്പർ അടുത്തതായി കളിക്കാനെത്തിയിരിക്കുന്നത് ശ്രേയയാണല്ലേ? എന്ത് ചെയ്യുന്നു ശ്രേയ? ഞാനിപ്പോ ഫസ്റ്റ് ഇയർ BBA കുട്ടനല്ലൂരാണ് പഠിക്കുന്നത്. വീട് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെയാ. എങ്ങനെയുണ്ട് പഠനമൊക്കെ? കുഴപ്പമില്ല. അപ്പോൾ ആദ്യമായി ശ്രേയെ കാത്തിരിക്കുന്ന ഏത് ഗെയിമാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ശ്രേയെ കാത്തിരിക്കുന്ന ഗെയിം ബോക്സിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. നമുക്ക് നോക്കാം. ശ്രേയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് ഗ്ലാസ് ഗോപുരം. ഗ്ലാസ് ഗോപുരം നിർമ്മിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി 4 ഗ്ലാസുകൾ ഇവിടെ നിരത്തി വെക്കുക. അതിന് മുകളിൽ 60 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്കെയില് അവിടെ നിന്ന് എടുത്ത് വെക്കുക. അതിന് മുകളിൽ 3 ഗ്ലാസുകൾ വെക്കുക. അതിന് മുകളിൽ 30 സെൻറ്റിമീറ്റർ ഉള്ള 2 സ്കെയിലുകളാണ് വെക്കേണ്ടത്. അതിന് മുകളിൽ 2 ഗ്ലാസുകൾ വെക്കണം. 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിൽ വെക്കണം. അതിൻ്റെ മുകളിൽ 1 ഗ്ലാസ് വെക്കണം. അതിൻ്റെ മുകളിൽ 15 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്കെയിൽ വെക്കണം. അതിൻ്റെ മുകളിൽ 2 ഗ്ലാസ് വെക്കണം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഗോപുരം പൂർത്തിയാകും. എളുപ്പമുള്ള ഗെയിമാണ്. പറയുമ്പോൾ ഇത്തിരി വലിപ്പിച്ചതേ ഉള്ളൂ. ആകെ പേടിച്ച് നിൽക്കുകയാണ് ശ്രേയ. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ശ്രേയയാണ് ആദ്യത്തെ ഗെയിമിൽ കളിക്കാനെത്തിയിരിക്കുന്നത്. ശ്രേയ റെഡി, ഗെയിം സ്റ്റാർട്ട്. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് വേണം വയ്ക്കാൻ. ശ്രേയ ശ്രദ്ധിച്ചാ വെച്ചോളൂ. 4 ഗ്ലാസ് വെച്ചു. ഓരോന്നിന്റെയും മെഷർമെന്റ് കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബാലൻസ് ആയിരിക്കും ഇത്. യെസ്, 2 3 30 സെന്റിമീറ്ററിന്റെ 2 സ്കെയിലുകളാണ് അതിന്റെ മുകളിൽ വെക്കേണ്ടത്. കറക്റ്റ് അളവ് നോക്കണം. സമയം. കയ്യടിയാണ് ശ്രേയയുടെ കോൺഫിഡൻറ്റ് കൂട്ടുന്നത്. 2 ഗ്ലാസുകള്. വെരി ഗുഡ്. വളരെ ശ്രദ്ധിച്ചാണ് ശ്രേയ ചെയ്യുന്നത്. ഇനി സ്കെയില് അതിൻ്റെ മുകളിൽ വെക്കണം. ഗംഭീരമായിട്ടാണ് ശ്രേയ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം. വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. 1 ഗ്ലാസ് വെച്ചു. വെരി ഗുഡ്. ശ്രദ്ധിച്ച്. യെസ്, 15 സെന്റിമീറ്റർ. അടിപൊളി. 15 സെന്റിമീറ്ററിന്റെ സ്കെയിൽ. വളരെ ശ്രദ്ധിച്ച് സാവധാനം വെക്കുക. ഇനി അതിൽ വെക്കാനുണ്ട്. ഒരുമിച്ച് ഒരേ ടൈമിൽ ശ്രദ്ധിച്ച്. തന്നിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചാണ്. Five, 4, 3, 2. ഏതായാലും ഉറപ്പുള്ള 1000 രൂപയാണ് ശ്രേയയ്ക്ക് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത തുടർ നടപടി എന്ന് പറയുന്നത് എന്താണ്? പൈസ. ദെൻ നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? ഓക്കെ, ശ്രേയ ഇനി അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. നിസ്സാരമായിട്ടുള്ള അടുത്ത ഗെയിം 2000 രൂപയുടെ ഗെയിമാണ്. അപ്പോൾ ശ്രേയ, നമുക്കിനി 2000 രൂപയുടെ കളിയിലേക്ക് പോകണം. അതിനു മുമ്പ് 1000 രൂപയുടെ കടം തീർക്കണം അല്ലേ? അപ്പോൾ ശ്രേയയ്ക്ക് ആദ്യത്തെ ഗെയിമിലെ സമ്മാനം ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ ശ്രേയയ്ക്ക് ആദ്യത്തെ ഗെയിമിലെ സമ്മാനം, ഉറപ്പുള്ള സമ്മാനം 1000 രൂപ.
ഇതിന് സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് പാടിയല്ലോ. വേണോ? 2 വരി പാടിക്കോളൂ, ഒരു കുഴപ്പമില്ല, പാടട്ടെ. ആ ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാലൊരു കണ്ണിനക്ക്, പൂവാരിശ് പൂത്ത കണക്കാലയഞ്ചെന്നു ചേലനക്ക്, നട നട അന്ന നടക്കണ്ട തീയം പൊടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. ഗംഭീരമായിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത ചേല് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എടുത്തോളൂ, 2000 രൂപയുടെ ഗെയിമാണ്. ശ്രേയ കാത്തിരിക്കുന്ന അടുത്ത ഗെയിമിന്റെ പേരാണ് മിസൈൽ. അപ്പോൾ ഈ ഗെയിമിന് ഒരാളുടെ ഹെൽപ്പ് വേണം. ഒരാളെ വിളിക്കാമോ? ചൂച്ചു. ചൂച്ചു ചേച്ചി. ചൂച്ചു ചേച്ചി എവിടെയാണ്? അപ്പോ ചൂച്ചു ചേച്ചിയുടെ ഒറിജിനൽ പേരെന്താണ്? സ്മരണ. സ്മരണ എന്നാണ്. പിന്നെ എന്തിനാ ചൂച്ചു ചേച്ചി എന്നൊക്കെ വിളിക്കും? നല്ല പേരുണ്ടായിട്ട്. എനിക്ക് തോന്നുന്നത് ആർക്കും അറിയില്ല എന്നാണ് സ്മരണ എന്നുള്ള പേര്. ചൂച്ചു എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ചൂച്ചു എന്ന് തന്നെ വിളിക്കാം. മോള് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്നിട്ട് ഇവിടെ കുറേ ബോളുകൾ വെച്ചിട്ടുണ്ട്. ശ്രേയയുടെ വായിൽ ചുണ്ടിൽ ഈ ബോൾ വെച്ച് നല്ല പവറിൽ ഊതുക. അപ്പോൾ ചൂച്ചു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബക്കറ്റിൽ ബോൾ പിടിക്കണം. നമുക്കുള്ള സമയം എന്ന് പറയുന്നത് 100 സെക്കൻഡാണ്. 100 സെക്കൻഡിനുള്ളിൽ ചൂച്ചു 20 ബോളുകളാണ് പിടിക്കേണ്ടത്. ചൂച്ചുവിന് കാര്യം മനസ്സിലായോ? മനസ്സിലായി. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. യെസ്, 20 ബോളാണ് ഇടേണ്ടത്. യെസ്, 1. സോറി, രണ്ടാമത്തെ ബോൾ. 3. ബോളുകൾ. 4. ശ്രദ്ധിച്ചിരിക്കുക. 5. രക്ഷയില്ല. 6. 7. അയ്യടി. 8. ശ്രേയ, 2000 രൂപയുടെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ആവാൻ ഏത് ഗെയിമാണ് ശ്രേയ കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം അല്ലേ? ഗെയിമിന്റെ പേരാണ് റൊണാൾഡോ. നിസ്സാരമായിട്ടുള്ള ഗെയിമാണ്. മോള് ഇവിടെ കയറി നിൽക്കുക, ബോൾ എടുക്കുക, കിക്ക് ചെയ്യുക, നേരെ ബക്കറ്റിലിടുക. 3 ബോൾ ഇട്ടാൽ മതി. പിച്ച് ചെയ്തിടരുത്, നേരെ ബാസ്ക്കറ്റിൽ ബോൾ പോകണം. അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പുള്ള സമ്മാനമാണ്. 3000 രൂപയാണ് സമ്മാനം. റെഡി? ഗെയിം സ്റ്റാർട്ട്. റൊണാൾഡോ. യെസ്, യെസ്. 80 സെക്കൻഡാണ് നമുക്കുള്ള സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. നന്നായിട്ട് കയ്യൊക്കെ അടിച്ച് 3 ബോൾ ഇട്ടാൽ മതി. 20 സെക്കൻഡ് കഴിഞ്ഞു. വളരെ എളുപ്പമുള്ളൊരു ഗെയിമാണ് കൊടുത്തത്. അതൊന്നും മാത്രം ചെയ്താൽ മതി. വളരെ എളുപ്പമുള്ളൊരു ഗെയിം. 30 സെക്കൻഡ് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള ഗെയിം. ഇനി 50 സെക്കൻഡുകൾ കൂടി ബാക്കിയുള്ളൂ. 40 സെക്കൻഡേ ബാക്കിയുള്ളൂ. 1. വെരി ഗുഡ്. അതേപോലെ എളുപ്പമുള്ള. ഓ, 50 സെക്കൻഡായി. 30 സെക്കൻഡ് ബാക്കി. രക്ഷയില്ല. 60 സെക്കൻഡായി. 20 സെക്കൻഡ് ബാക്കി. യെസ്, രക്ഷയില്ല. അപ്പോൾ തുടങ്ങുകയാണ് കൗണ്ട് ഡൗൺ. 10, 9, 8, 7,
അപ്പോൾ കൺഗ്രാജുലേഷൻ. അപ്പോൾ ശ്രേയക്ക് കിട്ടിയിരിക്കുന്നത് ഉറപ്പുള്ള 3000 രൂപയാണ്. ശ്രേയ, അപ്പോൾ അടുത്ത കളിയിലേക്ക് പോകാം. അടുത്ത കളി എന്ന് പറയുന്നത് 5000 രൂപയുടെ കളിയാണ്. അതായത് 10000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ഗെയിമാണ് 5000 രൂപയുടെ ഗെയിം. അതിനു മുന്നേ എന്താണ് വേണ്ടത്? പൈസ. പൈസ. ഇങ്ങനെയൊക്കെ നോക്കുന്നത് പൈസ. തീർച്ചയായിട്ടും ശ്രേയക്കുള്ള സി കേരളം സൂപ്പർ ബമ്പറിൽ 2000 രൂപ കൂടെ സമ്മാനം. ടോട്ടൽ 3000 രൂപയുടെ വിന്നർ ആയിരിക്കുകയാണ് ശ്രേയ. ശ്രേയക്കുള്ള അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. എടുത്തോളൂ ശ്രേയ. നിങ്ങൾക്കായിട്ട് ശ്രേയക്കായിട്ട് ആ ഗെയിം പറയുന്നതിന് മുന്നേ സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, ശ്രേയക്കുള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് ചവിട്ടിക്കോരി. അപ്പോൾ ചവിട്ടിക്കോരാൻ പോവുകയാണ്. ചവിട്ടിക്കോരേണ്ടത് എന്താണെന്ന് ഞാൻ പറയാൻ. ബോളാണ് ചവിട്ടിക്കോരി എടുക്കുന്നത്. ഇവിടെ ഡസ്റ്റ് പാൻ വെച്ചിട്ടുണ്ട്, കുറേ ബോളുകളുണ്ട്. ബോൾ എടുത്ത് ഡസ്റ്റ് പാൻ്റെ സെൻട്രലായി വെക്കുക. ദെൻ ചവിട്ടുക. ഗ്ലാസ്സിൽ ഓരോ ബോൾ പിടിക്കുക, അത് അവിടെ കൊണ്ടുപോയി വെക്കുക. സമയം എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. 60 സെക്കൻഡിൽ 8 ബോളുകളാണ് ഗ്ലാസ്സിനകത്താക്കി അവിടെ എത്തിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കളി തുടങ്ങാൻ പോവുകയാണ്. റെഡി, ഗെയിം സ്റ്റാർട്ട്. റെഡി. സമയം വളരെ കുറവാണ്. 10 സെക്കൻഡ് കഴിഞ്ഞു. സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളെ ശ്രദ്ധിച്ച് ചെയ്യൂ. 20 സെക്കൻഡ് കഴിഞ്ഞു. ശ്രദ്ധിച്ച്. യെസ്, 2 30 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട്. പൂർണ്ണമായി. നമുക്ക് ഉറപ്പായ 3000 രൂപയാണ് സമ്മാനം കൊടുക്കാൻ ശ്രേയക്ക് കഴിഞ്ഞത്. എങ്കിൽ തന്നെ ഗംഭീരമായിട്ട് കളിച്ചു കേട്ടോ. നല്ല ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് തന്നെ കളിച്ചു. ഏതായാലും ഒരുപാട് സന്തോഷം. നമുക്കിനി പുറത്തേക്ക് പോകാനുള്ള സമയമാണ്. സൂപ്പർ ബമ്പർ തുടരണം. ഇനിയും ആളുകൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അടുത്ത ഗെയിമിൽ ആരാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. കാത്തിരിക്കാം. സൂപ്പർ ബമ്പറിൻ്റെ അടുത്ത കണ്ടസ്റ്റൻ്റ് ആരാണെന്ന്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ അടുത്തതായി കളിക്കാൻ വരുന്നത് ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. 3 പേര് കൂടിയാണ് ഇതിനകത്ത് ബാലൻസ് ഉള്ളത്. മൊത്തം 5 പേരെയാണ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുത്തത്. അതിൽ അൺഫോർച്ചുനേറ്റ്ലി 2 പേർക്ക് പുറത്താകേണ്ടി വന്നു. ഇനി അടുത്തയാൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഓടിവാ. കളിക്കാനായി വരുന്നു അശ്വതി. റെഡിയാണ്? എവിടെയാണ് വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ് വീട്. എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ BA ഇംഗ്ലീഷ്. ഇംഗ്ലീഷാണ്. അപ്പോൾ 1000 രൂപയുടെ സമ്മാനമാണ് ആദ്യത്തെ ഗെയിമിലുള്ളത്. അപ്പോൾ കളിച്ചു നോക്കാം. മോളെ കാത്തിരിക്കുന്ന ആ കളി ഏതാണെന്ന് നോക്കാം. അപ്പോൾ എടുത്തോളൂ. ഗെയിമിന്റെ പേരാണ് സുദർശന ചക്രം. സുദർശന ചക്രം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡിസ്ക് എടുത്ത് അവിടെ കുറേ തലകൾ, കുറേ ബോളുകളുണ്ട്. ആ ബോളുകളെല്ലാം എറിഞ്ഞിടണം. 9 ബോളുകളാണ് അവിടെ ഉള്ളത്. 9 ബോളുകളും ഈ സുദർശന ചക്രം വെച്ച് എറിഞ്ഞിടണം. 120 സെക്കൻഡാണുള്ളത്. 120 സെക്കൻഡിനുള്ളിൽ
എല്ലാ ബോളുകളും എറിഞ്ഞിടുക. 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് അശ്വതിക്കുള്ളത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട്. എളുപ്പമുള്ള ഗെയിമായിരുന്നു. ഭയങ്കര ഒട്ടും ശ്രദ്ധയില്ലാതെയാണ് കളിച്ചത്. അതിൻ്റെ ഒരു കുഴപ്പമാണ്. സാരമില്ല. ഒരുപാട് നന്മകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ കളിച്ച കളി വീണ്ടും കളിച്ച് ജയിക്കാൻ വേണ്ടി ധൈര്യമുള്ള ആരാണുള്ളത്? എന്താണ് പേര്? ഷഫീഖ്. എന്ത് ചെയ്യുന്നു ഷഫീഖ്? ഞാൻ കോഴിക്കട നടത്താൻ ബിസിനസ്. ഊരകത്ത് കോഴിക്കട നടത്തുന്ന ആളാണ്. അപ്പൊ കോഴിയെ എറിഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഗെയിം വീണ്ടും കളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഓക്കെ. അപ്പോൾ ജയിച്ചാൽ ഒരു സമ്മാനം, തോറ്റയാളുടെ അഭിമാനം രക്ഷിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നാടിൻ്റെ അഭിമാനം രക്ഷിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ 120 സെക്കൻഡാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ സമയം. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട്. യെസ്.
ജയിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരാൾ തോക്കുമ്പോൾ അയാളെ കൈപിടിച്ച് ഉയർത്താൻ, നാടിൻ്റെ അഭിമാനം രക്ഷിക്കാൻ ഒരാളെത്തും എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെയാണ് ഷെഫീഖ് വന്നിരിക്കുന്നത്. ഷെഫീഖ്, ഒരുപാട് സന്തോഷം. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു സമ്മാനം ഷെഫീഖിന്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.